എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷമത്തിലൊക്കെ ഇരിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ സമയവും ഒരിക്കൽ തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ്. ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തുകൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ പ്രാർത്ഥനകൾക്കുമൊക്കെ ഒരിക്കൽ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മെസ്സേജുകളായിട്ട് പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആഴം ഞാൻ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി ഉൾക്കൊള്ളുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകളിലുണ്ട് കേട്ടോ എല്ലാവരുടെയും. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. തീർച്ചയായും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും എത്രയും വേഗം പരിഹരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് പൂര നക്ഷത്രത്തിൻ്റെ ജീവിത വിജയത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ കൂടി ഇതൊന്ന് പെടുത്തിയാൽ അവർക്കും അത് ഉപകാരപ്രദം ആയിരിക്കും. ഈ പൂരം നക്ഷത്രക്കാരുണ്ടല്ലോ, അവർ ജീവിതത്തെ ഒരു ഭാരമായിട്ട് കാണുന്നവരല്ല, മറിച്ച് ഒരു വലിയൊരു ഉത്സവമായിട്ടാണ് ആ ജീവിതത്തെ അവർ കാണുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ പൂരം നക്ഷത്രക്കാർ നിങ്ങളതിനെയൊക്കെ ഉണ്ട്, നിങ്ങൾക്കത് മനസ്സിലാക്കും. അതായത് അവരുടെ ചുറ്റും ഒരു മായിക വലയം സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളുകളാണ് എപ്പോഴും. അതായത് ഒരു സൗന്ദര്യത്തിൻ്റെയും അതുപോലെ പ്രണയത്തിൻ്റെയൊക്കെ ഗ്രഹമായ ശുക്രനാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അവർ എപ്പോഴും അവരുടെ ചുറ്റുമുള്ള ലോകത്തെ ഉണ്ടല്ലോ ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർ മാത്രമല്ല, അവർ എല്ലാം ഒരു ടോപ്പ് നോച്ച് ആയിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അവരെല്ലാം അവർ നല്ല ക്വാളിറ്റിയുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ഇതാകും. അപ്പം നിങ്ങളുടെ കുട്ടികളൊക്കെ ഈ പൂര നക്ഷത്രത്തിലുള്ളവരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഡിമാൻഡിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലേ. നിങ്ങൾക്ക് അതെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഏറ്റവും നല്ലത് വേണം, ഭക്ഷണം വാങ്ങിക്കുമ്പോൾ അവർക്ക് നല്ല വേണം. അവർക്കൊരു പ്രത്യേകത ഉണ്ട്, ഈ ഭക്ഷണമൊക്കെ നല്ലതൊക്കെ വാങ്ങിക്കുമ്പോൾ അവരെല്ലാം ഒന്നും കഴിക്കത്തില്ല. അവരുടെ മുമ്പിൽ ഒരു വലിയ സദ്യ പോലെ എല്ലാം എടുത്തു വെച്ചാൽ പോലും അവർ നന്നായി ഭക്ഷണമൊക്കെ ആസ്വദിക്കുന്നത്. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള കാര്യം അവർ കഴിക്കത്തുള്ളൂ. അതവർ നല്ലോണം തന്നെ കഴിക്കും. പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആ കൂട്ടത്തിൽ വേണ്ടി അവരത് തൊടുക പോലും ഇല്ല. അതാണ്. അപ്പോൾ അതൊരു വെറുതെ ഇങ്ങനെ അവർ ചെയ്യുന്നതല്ല, അവർ ആ ഒരു സെലക്റ്റീവാണ്. അവർക്കും ക്വാളിറ്റി ഉണ്ട്, അവർ ക്വാളിറ്റി ഡിമാൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളൊക്കെ പൂരം ഉണ്ടെങ്കിൽ നിങ്ങളത് കൊണ്ടിട്ട് നിങ്ങളിങ്ങനെ എന്താണ് ഇവരിങ്ങനെ പെരുമാറുന്നൊക്കെ തോന്നും. പക്ഷെ ഇത് കാരണം കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ സർഗാത്മകതയുടെയും കാന്തിക ശക്തിയുടെയൊക്കെ ഉടമകളായിട്ടുള്ള ഒരാൾക്കാരാണ് പൂരം. അപ്പം നിങ്ങൾ പൂരമാണെന്നുണ്ടെങ്കിൽ അവരൊരു മുറിയിലേക്ക് കിടന്ന് ചെല്ലുമ്പോൾ തന്നെ അവിടെ കുറേ ആളുകൾ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. അവിടെ ആ സാന്നിധ്യം തന്നെ അവിടെ ഒരു പ്രത്യേക വെളിച്ചം നിറയുന്നതായിട്ട് മറ്റുള്ളവർക്ക് തോന്നും. അതാണ് ആ പൂര നക്ഷത്രത്തിൻ്റെ ഒരു കാന്തിക ശക്തി എന്ന് പറയുന്നത്. അത് അവരുടെ ഒരു വളരെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. ഒരു ആകർഷണീയതയായിരിക്കും അവർക്ക്. ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ചടങ്ങോ എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു തമാശയോ അല്ലെങ്കിൽ സംസാര ശൈലിയോ ഒക്കെ കൊണ്ട് അവിടെ ഒരു പുതിയൊരു ഒരു എൻവയോൺമെൻറ്റ്, അവിടെ ഒരു വൈബ് അവിടെ ക്രിയേറ്റ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഉള്ളിലെ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ജീനിയസിനെ നിങ്ങൾ ഒരിക്കലും തളച്ചിടാൻ ശ്രമിക്കരുത്. അതുപോലെ നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒരിക്കലും തളച്ചിടാൻ നിങ്ങൾ ശ്രമിക്കരുത് കേട്ടോ. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർ കാണാത്ത ഒരുപാട് നിറങ്ങളും നിങ്ങളുടെ ചിന്തകളിലുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ പൂരത്തിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാണ്. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്നത് മടിയാണെന്ന് ഒരിക്കലും അല്ല. അതായത് ശരിയായ വിശ്രമത്തിലൂടെ ലഭിക്കുന്ന ഒരു ഊർജ്ജത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഞാനൊരു കഥ പറയുവാണെന്നുണ്ടെങ്കിൽ പണ്ടൊരു മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ കുറേ സഹപ്രവർത്തകരൊക്കെ കുറേ മരം വെട്ടുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തൻ്റെ കോടാലി ഇങ്ങനെ മൂർച്ച കൂട്ടാൻ പോകും. അപ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു വിചാരിക്കുന്നു, അവൻ വിശ്രമിക്കാൻ പോയതായിരിക്കും, അവൻ മടിയനാണെന്നൊക്കെ വിചാരിക്കുന്നു. അവരിങ്ങനെ കോടാലിയൊന്നും മൂർച്ച കൂട്ടാതെ അവരിങ്ങനെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, വിശ്രമിച്ചിട്ട് തൻ്റെ കോടാലി മൂർച്ച കൂട്ടുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നു. കോടാലിക്ക് മൂർച്ച ഉള്ളതുകൊണ്ട് കൂടുതൽ നന്നായി അദ്ദേഹത്തിന് പെരുമാറാൻ പറ്റുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം കൂടുതൽ മരങ്ങൾ വെട്ടി. അപ്പം പൂര നക്ഷത്രക്കാരുടെ ഒരു സ്വഭാവവും അങ്ങനെ തന്നെയാണ്. നിങ്ങളൊരു വിശ്രമിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അടുത്ത ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ സ്വയം ഒരുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ മൂർച്ച വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വളരെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ അനുഗ്രഹീതരായ നക്ഷത്രക്കാരാണ് നിങ്ങൾ പൂരമെങ്കിൽ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു ഒറ്റ കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ വിശ്രമമൊക്കെ ചെയ്യും, പക്ഷെ അത് മടിയനാകാതെ നോക്കരുത് കേട്ടോ.
അതുപോലെ ഊർജ്ജം നിങ്ങളുടെ ശരിയായ ദിശയിലാണെങ്കിൽ ലോകം നിങ്ങളുടെ കാൽക്കീഴിലേക്ക് വരുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് തന്നെ നിങ്ങളിങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് സ്നേഹിച്ച് നിങ്ങളുടെ കാര്യം നിങ്ങൾ മറന്ന് പോകരുത്. ഞാൻ ചില പൂരം നക്ഷത്രക്കാർ കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ പ്രത്യേക ഒരു സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ സ്കെയിലോ പുസ്തകമോ അല്ലെങ്കിൽ പേനയോ ഒക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ മിക്കവാറും അത് ആർക്കെങ്കിലുമൊക്കെ ഇല്ലാത്തവർക്ക് ദാനമൊക്കെ കൊടുത്തിട്ട് വരും. അവർ മനസ്സിലായി. കാരണം അവരുടെ മനസ്സ് അങ്ങനെയാണ്. അവർ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവർ അങ്ങനെ ദാനമൊക്കെ എടുത്ത് കൊടുക്കും. ആ മോനെ നീ ഇത് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അതുപോലെ ആളുകളെയൊക്കെ മറ്റുള്ള ആളുകളെ പരിഗണിക്കുന്നതിലൊക്കെ അവർക്കൊരു പ്രത്യേക ഒരു കഴിവാണ് അവർക്ക് കേട്ടോ. അതാണ് അത് നമുക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാവും. വളരെ പ്രത്യേകമായിട്ട് നിങ്ങൾ ആരെങ്കിലും പൂരം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് 100% കറക്റ്റ് ആയിരിക്കും ഇത്. അതാണ്. ഇനി അതുപോലെ തന്നെ നീതിക്കും സ്നേഹത്തിനും വേണ്ടിയുള്ള നിലപാടുകളുടെ നിങ്ങളുടെ ദേവത ഭഗനാണ്. അതുകൊണ്ട് തന്നെ ദാമ്പത്യത്തിനും സൗഹൃദത്തിലും ഒക്കെ നിങ്ങൾ അങ്ങേയറ്റം വിശ്വസ്തരായിരിക്കും. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പൂര നക്ഷത്രക്കാരെ വിവാഹം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നല്ലൊരു ചോയ്സാണ്. കാരണം അവർ വളരെയധികം വിശ്വസ്തരായിരിക്കും. നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാവും. അതാണ് ഞാൻ ശരിക്കും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പല പൂരം നക്ഷത്രക്കാർക്കും ഈ ഒരു അവരുടെ സ്വന്തം കാര്യം പോലും അവർ മാറ്റി വെച്ചുകൊണ്ട് അവർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതവരുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ നിങ്ങൾ ഒരിക്കലും അധികാരത്തിന് മുമ്പിലൊന്നും നിങ്ങൾ അത്ര പെട്ടെന്ന് തലകുനിക്കില്ല. അത്രയൊരു സ്വഭാവമായിരിക്കും കേട്ടോ അവർക്ക്. അതായത് അവരുടെ മുകളിലുള്ള ആൾക്കാരൊക്കെ കൂടുതൽ അധികാരമൊക്കെ അവരുടെ മുകളിൽ അവരതൊന്നും വഹിക്കത്തില്ല. പക്ഷെ എന്നാൽ അവരുടെ താഴെയുള്ള ആൾക്കാരോടൊക്കെ അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. മനസ്സിലായി? ഭയങ്കര കെയറിങ് ആയിരിക്കും അവർക്ക്. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. അങ്ങനെ തന്നെയാണ് അത് വരുന്നത്. ഇനി നമ്മൾ പൂരക്കാരായ കുറച്ച് പ്രശസ്ത വ്യക്തിത്വങ്ങളൊന്ന് പരിശോധിക്കാം കേട്ടോ. പഴയ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ PV നരസിംഹറാവു. അദ്ദേഹം പൂര നക്ഷത്രക്കാരനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ. അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയും ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ, ഈ ഉദാരവൽക്കരണം, നമ്മൾ ഇന്ന് ഈ IT കമ്പനികളൊക്കെ തന്നെ ഇവിടെ വരാനിടയായത് ആ ഒരു ഉദാരവൽക്കരണ നയങ്ങൾ അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടാണ്. അതൊരു ഇന്ത്യ ഒരു വേറൊരു ഡയറക്ഷനിൽ അദ്ദേഹം വിട്ടു. നമ്മളിന്ന് തുടർന്നു പോകുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഇന്ന് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ രാജീവ് ഗാന്ധി, മുൻ പ്രധാനമന്ത്രി, അദ്ദേഹം ഒരു പൂര നക്ഷത്രക്കാരനായിരുന്നു. അതുപോലെ ദിലീപ് കുമാർ എന്ന് പറയുന്ന ഹിന്ദിയിലെ ഒരു സിനിമാ നടൻ, അദ്ദേഹം പൂരം നക്ഷത്രക്കാരാണ്. അദ്ദേഹത്തിൻ്റെ സർഗ്ഗാത്മകതയും അഭിനയ മികവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. അതുപോലെ ഇപ്പോഴത്തെ നടന്മാരിൽ രൺബീർ കപൂർ, അദ്ദേഹം വളരെ പ്രിയപ്പെട്ട എല്ലാവർക്കും നടനാണ്. അദ്ദേഹത്തിൻ്റെ ആ നക്ഷത്രത്തിൻ്റെ ശാലീനതയും കഴിവും ആകർഷണീയതയും ഒക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ നമുക്ക് കാണാൻ പറ്റുമല്ലേ. ഇനി വിജയത്തിലേക്കുള്ള പ്രചോദനാത്മകമായ ചുവടുകളിലേക്ക് നോക്കുക. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അച്ചടക്കം നിങ്ങളുടെ ആയുധമാക്കുക. നിങ്ങളുടെ മനോഹരമായ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ അല്പം അച്ചടക്കം കൂടി ചേർത്താൽ മതി. കാരണം ഞാൻ ഈ പൂര നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിരിക്കുന്നത്, ഇവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. ഇവരൊരു ഉദാഹരണത്തിന് അവർ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇരുന്നെന്നിരിക്കുക, എന്തെങ്കിലും ഒരു പ്രോജക്റ്റുമായിട്ട് ഒരു പ്രോഗ്രാമിങ് ചെയ്യാൻ വേണ്ടി അവർ ഇരുന്നെന്നിരിക്കുക കമ്പ്യൂട്ടറിന് മുമ്പിൽ. അത് കഴിയാതെ അവർ ഭക്ഷണം പോലും അവർ കഴിക്കില്ല. അപ്പം നമുക്ക് തോന്നുന്നു ഇവർ ഇത്രയും ഭക്ഷണപ്രിയരായ ആൾക്കാർ ഇത് ചെയ്യില്ല. അവർ ആ ജോലി പൂർത്തിയാക്കിയിട്ട് രാത്രി 1 മണി 2 മണി ആയാലും അവർ ഭക്ഷണം കഴിക്കാണ്ട് വന്നിരുന്നിട്ട് അത് ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം വന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഉറങ്ങുകയുള്ളൂ. എന്നിട്ട് അവർ ചിലപ്പോൾ ഉറങ്ങി, ചിലപ്പോൾ ഒരു ഉച്ചയ്ക്ക് 1 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങിക്കളയും. പക്ഷേ അപ്പം നമ്മളിലേക്ക് ഇവരൊരു അലസരാണ്. ഒരിക്കലും അല്ല. അവരങ്ങനെയാണ്. അവർ ആ പണി പൂർത്തിയാക്കിയിട്ട് അവർ പിന്നെ വിശ്രമം ചെയ്താൽ അപ്പം അതൊരു വിശ്രമം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകതയില്ല. അവരുടെ ആ ഒരു ഈവൻ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ വിചാരിക്കും ഇവർ പഠിക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവരങ്ങനെയല്ല. അവരുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ പക്ഷെ അത് നിങ്ങൾ ഈ അച്ചടക്കം നിങ്ങളില്ലാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ളവർക്ക് അവരെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതുകൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊക്കെ അച്ചടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ചിട്ടയായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്തായാലും അതൊരു ചിട്ട കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് കുറച്ച് ഈ ലോകത്ത് നിങ്ങളിൽ പോകാൻ കുറച്ച് നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെയാണ്. ഇനി അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നത് കൃത്യസമയത്ത് ആയതുകൊണ്ടല്ലേ നമുക്ക് ലോകം പ്രകാശിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ കഴിവുകളൊരു കൃത്യമായ ദിനചര്യയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചാൽ നന്നായിരിക്കും. അത് നിങ്ങളുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് വേണേൽ പറയാതെ നിങ്ങളത് കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ആ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വർക്കിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് കേട്ടോ. അതുപോലെ നിങ്ങളുടെ പുഞ്ചിരി ഒരിക്കലും നിങ്ങളുടെ കൈവിടരുത്. നിങ്ങളുടെ ശക്തി പെരുമാറ്റമാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. കഠിനമായ സാഹചര്യങ്ങളെ പോലും ഒരു പുഞ്ചിരി കൊണ്ട് നേരിടാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊരിക്കലും നിങ്ങളുടെ ആ സ്വഭാവം നിങ്ങൾ നഷ്ടപ്പെടുത്തുക. അതുപോലെ പരോപകാരം നേരുന്ന കൈകളാണ് എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഇരട്ടി ഭാഗ്യം കൊണ്ടുവരും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വഭാവം നിങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുള്ളൂ കേട്ടോ. അത് യാതൊരു പരിഗണനകളും ഇല്ലാതെ നിങ്ങൾ അർഹതപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ സഹായം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക കേട്ടോ. ഇനി വളരെ വിനീതമായൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഈ നക്ഷത്രം നിങ്ങളുടെ ജീവിതത്തിന് ഈ നക്ഷത്രം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഇൻഡിക്കേറ്റീവാണ്.
അപ്പോൾ അതുപോലെ നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും കൂടെ ഒത്തുചേരുമ്പോൾ ഉണ്ടല്ലോ ഈ നക്ഷത്രത്തിൻ്റെ എല്ലാ ഗുണഫലങ്ങളും പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു. അപ്പോൾ അതുകൊണ്ട് ആ കഠിനാധ്വാനം കൂടെ നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതും കൂടെ ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമായ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നിരവധി പ്രേക്ഷകർ അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾക്കായിട്ടും മറ്റുമൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും കഴിവതും വേഗം അതിനെല്ലാം മറുപടി വിശദമായിട്ട് തന്നെ ഞാൻ കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ചില പ്രേക്ഷകർ അതിനുള്ളൊരു ഇമെയിൽ സംവിധാനം കൂടി ഒരുക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ കൊടുക്കുമ്പോൾ എല്ലാവരും കാണുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഞാൻ അതിനുള്ളൊരു ഇമെയിൽ സംവിധാനം കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ മോളിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ മെയിൽ അയച്ചാലും മതി. ഞാൻ തീർച്ചയായിട്ടും അത് നോക്കിയിട്ട് കഴിവതും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് മറുപടി ഞാൻ നൽകാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേര് വയ്ക്കണം, നക്ഷത്രം വെച്ചോളൂ, പിന്നെ ജന്മദിനം, എന്നാണ് ജനിച്ച ദിവസം, അതിൽ സമയം, അതുപോലെ ജനിച്ച സ്ഥലം, എനിക്ക് ആ കോർഡിനേറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ മെയിൽ ബോക്സ് നോക്കുമ്പോൾ നിങ്ങൾ യാഹു പോലുള്ള മെയിലിൽ നിന്നൊക്കെയാണ് അയക്കണമെങ്കിൽ ചിലപ്പോൾ അത് ഞാനിത് ഒരു ജിമെയിൽ ആണല്ലോ, അപ്പം ചിലപ്പോൾ അതൊരു നിങ്ങളുടെ സ്പാം ഇൻബോക്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് കുറേ കേസുകൾ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പാം മെയിൽ ബോക്സും കൂടെ നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടാലും മതി കേട്ടോ, ഞാൻ തീർച്ചയായിട്ടും നോക്കിയിട്ട് മറുപടി നൽകാം. ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെട്ട് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു.